ISROയും നാസയും ഒരുമിച്ച് നിന്നാൽ ഇലോൺ മസ്ക് സ്വപ്നം കണ്ടതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നടപ്പാക്കാൻ കഴിയുമെന്ന് ബഹിരാകാശ യാത്രിക സുനിത വില്യംസ് പറഞ്ഞു. ISROയ്ക്ക് ഇനി ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുമെന്നും അതിനായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നും സുനിത വില്യംസ് പറയുന്നു. കോഴിക്കോട് നടക്കുന്ന കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നടന്ന പരിപാടിക്കിടെ ഇന്ത്യയുടെ പ്രതിനിധി ദീപക് തർമ്മടത്തിന്റെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു സുനിത വില്യംസ്. Thank you, madam. It's a great moment for me and all of us. My question is very simple. What is your advice to our ISRO? Our space team, Indian space team. Yeah. Your advice. You know, it's so interesting. For many years, we were not working together, and now we are working together. So, first of all, I think that is just incredible. That's awesome that we can, two agencies that are now looking for a common goal, launching spacecraft with sensors from both countries on it, launching Axiom 4 with Captain Shukla on board as part of that crew member, that team, and then looking forward to what the future of the Indian space program is. I think the U.S. and India are working really nicely, collaboratively together, and I think we'll accomplish much bigger things than either one of us individually had dreamed of that way. I have not really interacted with ISRO and the space agency. This trip will be my first time to go to Vikram Sarabhai Center, and I'm really excited to interact with the people who are there and see what's actually going on with my own two eyes. What is the advice? Advice is skipped. Yes. What is the real advice to our Indian space team? Your advice. My advice. My advice. Oh man. It is Don't stop dreaming. Don't. You know, the imagination is the limitation, and that's it. Keep dreaming. Thank you, ma'am. കോഴിക്കോട് നിന്ന് ദീപക് തർമ്മടം തത്സമയം ചേരുന്നു. ദീപക്, യഥാർത്ഥത്തിൽ വലിയൊരു മൊമെൻ്റാണ് അവർ കോഴിക്കോട് എത്തി എന്നുള്ളത്. സുനിത വില്യംസിനെ കാണുക, അവരോട് സംസാരിക്കുക, അതൊക്കെ ജീവിതത്തിലെ നല്ലൊരു മുഹൂർത്തമായി ഞാൻ കാണുന്നു. പ്രത്യേകിച്ച് ഈ നമുക്കൊക്കെ ഈ ലോകത്ത് സഞ്ചരിക്കാനല്ലേ പറ്റൂ. വേറൊരു ലോകത്ത് സഞ്ചരിച്ച് എത്രയോ തവണ മടങ്ങി വന്ന ആളാണ് സുനിത വില്യംസ്. പറയൂ ദീപക്, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ പറഞ്ഞതുപോലെ ഇതൊരു ഗ്രേറ്റ് മൂവ്മെൻറ്റ് തന്നെയാണ്. അവർ കോഴിക്കോടേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ, കേരളത്തിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ സംഭവമാണ്. അത് DC യാഥാർത്ഥ്യമാക്കി KLFൻ്റെ ഭാഗമായി. പക്ഷേ ആദ്യമായി അവർ ഒരു ചോദ്യത്തിന്, മാധ്യമപ്രവർത്തകൻ്റെ ചോദ്യത്തിന് ഉത്തരം, മലയാളി മാധ്യമപ്രവർത്തകൻ്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു എന്നുള്ളതാണ് എനിക്ക് വ്യക്തിപരമായുള്ള അഭിമാനം. അതിലേറ്റവും നിർണായകമായ കാര്യം, അവർ ഇന്ത്യയും അമേരിക്കയും ബഹിരാകാശ യാത്രാ ഗവേഷണ കാര്യങ്ങളിൽ ഒരുമിച്ച് മുന്നോട്ട് പോകണം എന്നതാണ് അവരുടെ മെസ്സേജായി. ഞാൻ അവരോട് ചോദിച്ചത് വാട്ട്സ് യുവർ അഡ്വൈസ് എന്നുള്ളതായിരുന്നു. അതിൽ അവർ അഡ്വൈസിൽ നിന്നും ആദ്യം തന്നെ സ്കിപ്പ് ചെയ്ത് അവർ മറ്റൊരു ജനറലായ ഒരു കാര്യം പറഞ്ഞു. അത് കഴിഞ്ഞ് വീണ്ടും സ്പെസിഫിക്കായ അഡ്വൈസിലേക്ക് വന്നപ്പോൾ അവർ പറഞ്ഞത്, ഒരു കാരണവശാലും നിർത്താൻ പാടില്ല സ്വപ്നം കാണുന്നത്. കൂടുതൽ സ്വപ്നം കാണുക, സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ പ്രവർത്തിക്കുക. ഒരുപക്ഷെ അവർ ഇന്ത്യൻ ജനതയ്ക്ക് നൽകിയ, അല്ലെങ്കിൽ യുവാക്കൾക്ക് നൽകിയ, ലോകത്തിന് നൽകിയ ഒരു സന്ദേശം തന്നെയാണത്. അതായത് സ്വപ്നങ്ങൾ കാണുന്നത് നിർത്തരുത്, സ്വപ്നങ്ങൾ കാണുന്നത് തുടരുക. ഡ്രീമിങ് നെവർ സ്റ്റോപ്പ് എന്നാണ് പറഞ്ഞത്. മറ്റൊരു കാര്യം, അതിനുവേണ്ടി പ്രവർത്തിക്കുക, അത് യാഥാർത്ഥ്യമാകുമെന്നുള്ളതാണ്. മറ്റൊരു കാര്യം, ഈ നയതന്ത്രപരമായ കാര്യത്തിൽ അവർ വളരെ കൃത്യമായൊരു നിലപാട് പറഞ്ഞു. ഇന്ത്യയുടെ ISRO, അതുപോലെ തന്നെ വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ, ഇവർ, അതായത് ഇന്ത്യൻ സ്പേസ് ടീമും അതുപോലെ നാസയും അമേരിക്കയും ഒരുമിച്ച് മുന്നോട്ട് പോകണം. ഒരുമിച്ച് മുന്നോട്ട് പോയാൽ ഒരുപാട് നേട്ടങ്ങൾ ലോകത്തിനുണ്ടാകുമെന്ന് പറയുന്നു. പല സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാകുമെന്ന് പറയുന്നു. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ലോഞ്ചിങ് പേഡിൻ്റെ കൈമാറ്റം ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളിലും ചർച്ചകൾ നടക്കുന്നൊരു വേളയാണ്. അത്തരം കാര്യത്തിൽ എല്ലാം ഒരുമിച്ച് മുൻപ് മുന്നോട്ട് പോയിട്ടുണ്ട്, അതിൻ്റെ റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്. ഇനിയും മുന്നോട്ട് പോകണം എന്നുള്ളതാണ് അവർ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി പറഞ്ഞത്. മറ്റൊന്ന്, ഇലോൺ മസ്ക് സ്വപ്നം കണ്ടതിനേക്കാൾ വലിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനാകും ഈ ഇന്ത്യയും അമേരിക്കയും ഒരുമിച്ച് നിന്നാൽ എന്നതുകൂടി അവർ പറയുന്നു. അവർ കൃത്യമായൊരു സന്ദേശം നൽകുകയാണ്. ഈ ശാസ്ത്ര ഗവേഷണ രംഗത്ത്, പ്രത്യേകിച്ചും ഈ സ്പേസ് ഗവേഷണ രംഗത്ത്, യാത്രാ രംഗത്ത് ഇന്ത്യയും അമേരിക്കയും ഒരുമിച്ച് നിൽക്കണമെന്നുള്ളതാണ് SKN. ദീപക് തർമ്മടം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.